ഇപ്പോൾ ജമ്മുവിലൊക്കെ ഫോൺ സർവീസ് വരെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിലുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത്. വ്യോമസേനയുടെ താവളം കൂടി സെന്റർ കൂടിയുള്ള സ്ഥലമാണ് ജമ്മു എയർപോർട്ട്. അങ്ങോട്ടേക്കാണ് പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള വിഷയം എയർപോർട്ടിന് ഉണ്ടായോ എന്നുള്ളതിൽ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. തുടർച്ചയായിട്ട് മിസൈലുകൾ തൊടുത്തു വിടുകയായിരുന്നു പാക് യുദ്ധ വിമാനം F-16. ഒടുവിൽ F-16 ഇന്ത്യൻ സേന അരിഞ്ഞു വീഴ്ത്തി. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ട് തുടങ്ങിയ പാക് ആക്രമണം പിന്നീട് ജമ്മുവിലെ ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലേക്ക് കൂടി പോയി. അതിനുശേഷം പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി, മിസൈൽ ആക്രമണം നടത്തി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ 50ഓളം ഡ്രോണ്, 8 പാക് മിസൈലുകളൊക്കെയാണ് ഇന്ത്യ S-400 ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത്. ജമ്മുവിലെ മൊബൈൽ ഫോണൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കനത്ത ജാഗ്രത, അത് ജമ്മുവിൽ, രാജസ്ഥാനിൽ, പഞ്ചാബിലെല്ലാം കനത്ത ജാഗ്രത. അപായ സൈറണുകൾ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടാണ്, പലയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം പൂഞ്ചിൽ, കുപ്വാരയിലും എല്ലാം ബ്ലാക്ക് ഔട്ടാണ്. ജയ്സാൽമീറിൽ സ്ഫോടനമുണ്ടായി, ആളപായമില്ല. പഞ്ചാബിൽ ജലന്ധറിലേക്കും പാക് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി എന്നുള്ള വിവരങ്ങളും കൂടുതൽ സ്ഥലങ്ങൾ മിഥുൻ, കൂടുതൽ സ്ഥലങ്ങളാണ് വരുന്നത്. പഞ്ചാബ്, രാജസ്ഥാൻ, അത് ഏത് തരത്തിൽ? മനു ഭരത്, ഏത് തരത്തിൽ നടക്കുന്നത് എന്നാണ് വ്യക്തമായത്. ഏതായാലും അവിടെയെല്ലാം തന്നെ ശക്തമായി തിരിച്ചടിക്കാൻ മിലിറ്ററി ബേസിലേക്ക്, ആർണിയ മിലിറ്ററി ബേസിലേക്ക് ലക്ഷ്യമാക്കിയാണ് ആക്രമണം വന്നത്. ഏതായാലും ശക്തമായി തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം, വിമാനത്താവളങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം, ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം, അങ്ങനെയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇതാണ് ഫലപ്രദമായി രാജ്യം പ്രതിരോധിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. ഫയറിംഗ് തുടർച്ചയായ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക്, അതിർത്തി അപ്പുറത്തു നിന്നുള്ള ഫയറിംഗ് ഉണ്ടാകുന്നു. പാകിസ്ഥാൻ ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അന്തരീക്ഷത്തിൽ ഈ ആർട്ടിലറി ഫയറിംഗിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് തുടർച്ചയായി കാണാൻ കഴിയുന്നു. ആർട്ടിലറി ഫയറിംഗ് വ്യാപകമായി നടക്കുന്നു എന്നതാണ്. പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ആർട്ടിലറി ഫയറിംഗ് വ്യാപകമായി നടക്കുന്നു. ഇന്റർനാഷണൽ ബോർഡറിലും ലൈൻ ഓഫ് കൺട്രോളിലും ആണ് ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായി ഇതിനെയാണ് വളരെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നത്. ഉധംപൂരിലും അഗ്നാറിലും ഒക്കെ ശക്തമായ പ്രതിരോധം നടക്കുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. സൈറണുകൾ 2 ഇടങ്ങളിൽ മുഴങ്ങിയതിനെ തുടർന്ന് പൂർണ്ണമായ ഒരു യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന രീതിയിലേക്ക് ആളുകൾ ആ തരത്തിലേക്കാണ് പോകേണ്ടത്. ഇന്റർനാഷണൽ ബോർഡറിൽ വളരെ ഇടവിട്ടുള്ള ഫയറിംഗ് നടക്കുന്നു എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ലേയിലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ജയ്സാൽമീറിൽ നേരത്തെ തന്നെ ലൈറ്റുകൾ ഓഫ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ജമ്മു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലാണ്, ഒരിടത്തും വെളിച്ചം പാടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഉറിയിലും കുപ്വാരയിലും ഫയറിംഗിന്റെ വിവരങ്ങൾ വരുന്നു. ഉറിയിലും കുപ്വാരയിലും അവിടെ നിന്ന് ഫയറിംഗ് ഉണ്ടാകുന്നു. ഇതാണ് എയർ ഡിഫൻസ് സംവിധാനം ശക്തമായി ഇന്ത്യയുടെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഈ ക്രോസ് ബോർഡർ ഫയറിംഗ് ശക്തമായി ജമ്മുവിൽ എയർപോർട്ടിന് തൊട്ടടുത്ത് വ്യോമസേനാ താവളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി കേന്ദ്രങ്ങൾ അതുകൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നുണ്ടോ? ഈ ജയ്സാൽമീറിൽ നിന്ന് വരുമ്പോൾ, പഞ്ചാബിൽ നിന്ന് വരുമ്പോൾ, അതോ പരിപൂർണമായിട്ടും സിവിലിയൻ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം?